And they want to control us just like a dictator. ലോകം ഉറ്റുനോക്കുന്നത് നേപ്പാളിലേക്കാണ്. പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ട കൗമാരക്കാരുടെ പ്രതിഷേധം വളരെ പെട്ടെന്ന് നേപ്പാളിലെ രാഷ്ട്രീയ സിംഹാസനങ്ങളെ പോലും തകർത്തെറിയുന്ന കാഴ്ച. ഭരിക്കുന്നവരെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ കണ്ണിൽ കാണുന്ന നേതാക്കളെയും കുടുംബത്തെയും ഒക്കെ കലാപകാരികൾ ആക്രമിക്കുന്നു. നേപ്പാൾ രാഷ്ട്രീയം കൗമാര രോഷത്തിന്റെ ചൂടറിയുകയാണ്. നേപ്പാൾ കത്തുകയാണ്. 16, 17, 18 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഭരണകൂടത്തെ പോലും തൂത്തെറിയാൻ പറ്റും എന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെത്തിയ നേപ്പാൾ മണ്ണിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ നിരോധനത്തിന് പിന്നാലെ ആളിക്കെത്തിയ ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഒലിയും രാഷ്ട്രപതി രാംചന്ദ്ര പുതൂലും രാജിവെച്ചിരിക്കുന്നു. ശർമ്മ ഒലി കാഠ്മണ്ഡു വിട്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്കും പാർലമെന്റിനും പ്രക്ഷോഭക്കാർ തീയിട്ടു. മുൻ പ്രധാനമന്ത്രിയുടെ വീടും പ്രക്ഷോഭക്കാർ ആക്രമിച്ചു. നേപ്പാൾ കലാപം ഒരു അരാജകത്വ സമരമായി മാറിയിരിക്കുകയാണ്. ഒരു സംഘടനയുടെയോ നേതാവിന്റെയോ ആഹ്വാനമില്ലാതെ നടക്കുന്ന ജൻസി മുന്നേറ്റമാണ് നേപ്പാളിൽ നടക്കുന്നത്. ഒരു പുതിയ തലമുറയുടെ വേറിട്ട പോരാട്ടം. രാജ്യത്തെ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ തുടങ്ങി ഇപ്പോൾ രാജ്യത്തെ അഴിമതി രാഷ്ട്രീയത്തിനെതിരെ ആളിപ്പടരുന്ന ജൻസി പ്രക്ഷോഭം. എന്താണ് ഹിമഭൂമിയിൽ സംഭവിക്കുന്നത്? സെപ്റ്റംബർ 7 സർക്കാരിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും ഒഴിവാക്കാൻ സോഷ്യൽ മീഡിയ തന്നെ സംവിധാനം ഒരുക്കണമെന്ന് ഗവൺമെന്റ് അറിയിക്കുന്നു. കാലാവധി അവസാനിച്ചതോടെ ഈ നിർദ്ദേശം പാലിക്കാത്ത 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പൂട്ടിയിടുന്നു. ഇതിൽ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഉൾപ്പെട്ടിട്ടുണ്ട്. സെപ്റ്റംബർ 8 നിശബ്ദ പ്രതിഷേധം പൊട്ടിത്തെറിയാവുന്നു. കൗമാരക്കാർ തെരുവിലേക്ക് ഇറങ്ങുന്നു. ജൻസി പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ സ്കൂൾ കോളേജ് യൂണിഫോം ധരിച്ച് വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങുന്നു. പ്രവർത്തിക്കാൻ അനുമതി നൽകിയ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് ഇവർ ആളെ കൂട്ടിയത്. കൗമാര രോഷം അടിച്ചമർത്താൻ സർക്കാർ നീക്കം. പോലീസ് വെടിവെപ്പിൽ 19 പേർ കൊല്ലപ്പെടുന്നു. സെപ്റ്റംബർ 8 സായാഹ്നമാകുമ്പോഴേക്കും ജൻസി രോഷം ആളിക്കത്തുന്നു. നേപ്പാൾ ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നു. രാത്രി ആയതോടെ ജൻസി രോഷത്തിന് മുന്നിൽ സർക്കാർ കീഴടങ്ങുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നു. സെപ്റ്റംബർ 9 നേരം പുലരുമ്പോഴേക്കും പ്രക്ഷോഭം നിൽക്കും എന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും. എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പ്രക്ഷോഭം വ്യാപിച്ചു. സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ തുടങ്ങിയ പ്രക്ഷോഭം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അഴിമതി വ്യവസ്ഥയ്ക്കെതിരെയും നേപ്പാൾ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കെതിരെയും പ്രക്ഷോഭം വ്യാപിക്കുന്നു. പാർലമെന്റിന് തീയിട്ടും മന്ത്രിമന്ദിരങ്ങൾ ആക്രമിച്ചും കലാപകാരികൾ തെരുവിൽ നിറയുന്നു. ഇപ്പോൾ വന്ന വാർത്തയടക്കം മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ കലാപകാരികൾ ചുട്ടുകൊന്നിരിക്കുന്നു.